الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ലോകരക്ഷിതാവും പ്രപഞ്ചങ്ങളുടെ പരിപാലകനുമായ അള്ളാഹുവിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ കൂടിച്ചേരൽ ഉഖറവിയായ ലോകത്ത് ഏറെ നന്മകൾ ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, പരിശുദ്ധ റമളാൻ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വിശ്വാസികൾ ഒന്നടങ്കമുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ റമളാനിനെ കണക്കാക്കിയിട്ടാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ റമളാനിന് ശേഷം ഒരുപാട് ആളുകളെ നമ്മൾ ഖബറിലേക്ക് ആക്കിയിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റമളാനിൽ അവർക്ക് അവസരമില്ല. ഇനിയും ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ട്. നമ്മളിൽ എത്ര പേരാണ് ആ റമളാനിലേക്ക് എത്തുക എന്നുള്ളതും എത്തിക്കഴിഞ്ഞാൽ തന്നെ അത് പൂർത്തിയാക്കാൻ എത്ര പേർക്ക് അവസരം കിട്ടും എന്നുള്ളതും നമുക്കറിയില്ല. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, അള്ളാഹു നൽകിയിട്ടുള്ള അല്ലെങ്കിൽ പടച്ചതമ്പുരാന്റെ മാർഗത്തിൽ ഒരുപാട് അമൽ സാലിഹാത്തുകൾ വർദ്ധിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരം നമ്മുടെ മുമ്പിലേക്ക് എത്തി നിൽക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ഒരുക്കം നടത്തുക എന്നുള്ളത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. ഒരു കച്ചവടം തുടങ്ങുമ്പോൾ കുറെ പണവും അതേപോലെ തന്നെ ഒരു സൗകര്യവും ഇല്ലാതെ നമ്മളത് കച്ചവടം തുടങ്ങുകയല്ല നമ്മുടെ പതിവ്. അതുമായി ബന്ധപ്പെട്ട് എല്ലാ വിവരങ്ങളും നമ്മൾ ശേഖരിക്കും. അത് ചെയ്യുന്ന ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളും പരാജയപ്പെട്ടവരും വിജയിച്ചവരുമായിട്ടുള്ള എല്ലാ ആളുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു വിവരം നമ്മൾ ശേഖരിക്കും. ഒരു വീട് പണി നമ്മൾ തുടങ്ങുന്ന സമയത്ത് വേഗം പോയി ഒരു വീടുണ്ടാക്കുകയല്ല, മറിച്ച് ആ വീടിന്റെ അവസാനം വരെ നമ്മുടെ മനസ്സിൽ ഒരു പ്ലാനായി രൂപപ്പെട്ടതിന് ശേഷം മാത്രമാണ് അതിന്റെ പണിയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. അതേപോലെ തന്നെ എന്തൊരു കാര്യം, ഒരു യാത്രയാകട്ടെ, അതിന് നമ്മളൊരു മുന്നൊരുക്കം നടത്താറുണ്ട്. ആ യാത്രയും അതിലേക്ക് വേണ്ടുന്ന വിഭവങ്ങളും അതിലേക്ക് വേണ്ടുന്ന പണവും എല്ലാം വാഹനവും ഒക്കെ കരുതിയിട്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ യാത്രക്ക് നമ്മൾ മുന്നിട്ടിറങ്ങാറുള്ളത്. ഇതേപോലെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമളാൻ എന്ന് പറയുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ഒരു സന്തോഷം നൽകുന്ന ഒരു അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് ഒരുങ്ങുക എന്നുള്ളത് വളരെ പരമപ്രധാനമായ കാര്യമാണ്. എന്തുകൊണ്ടാണ് ഒരുങ്ങേണ്ടത്? നമ്മൾ ചെറുപ്പകാലം മുതൽ തന്നെ പരിശുദ്ധ റമളാനിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ആ അറിഞ്ഞ വിവരങ്ങൾ ഒന്നുകൂടി പൊടിതട്ടിയെടുത്തുകൊണ്ട്
പരിശുദ്ധ റമദാനിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊരു പ്ലാനിങ് നടത്തുക എന്നുള്ളതാണ് ഈ സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റഹ്മാനായ റബ്ബ് അവന്റെ ദീൻ യഥാവിധി കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, റമദാനിലേക്ക് വരുമ്പോൾ പലതരത്തിലുള്ള മനോഭാവങ്ങളുമായിട്ട് റമദാനിലേക്ക് കടക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ വിചാരിക്കാറുള്ളത്, ഇനിയിപ്പോ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇനി ഭക്ഷണമൊന്നും കിട്ടൂല, അതേപോലെ തന്നെ ഇനി വല്ലാത്തൊരു സാഹചര്യമായിരിക്കും, പട്ടിണി ഇങ്ങനെ ഈ ഒരു 10-13 മണിക്കൂർ ഈ ഒരു ചൂടത്തൊക്കെ എങ്ങനെ കഴിച്ചു കൂട്ടുക. അപ്പൊ അങ്ങനെയുള്ള ചിന്താഗതിയുള്ള ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം റമദാൻ എന്ന് പറയുന്നത് ഒരു അവസരമല്ല, പിന്നെയോ അത് അവരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു വിഷമം പിടിച്ച അവസ്ഥയാണ്. അതൊരു തരം നിഫാക്കുള്ള മനസ്സിൽ നിന്നാണ് അത് വരിക, ഒരു കാപ്പട്യമുള്ള മനസ്സിൽ നിന്നാണ് വരിക. പുറമെ മുസ്ലിമായിട്ട് അഭിനയിക്കുക, എന്നാൽ ഉള്ളിലോ അതിന്റെ ചര്യകളോടും അതിന്റെ സമ്പ്രദായങ്ങളോടും അതിന്റെ കർമ്മങ്ങളോടും ഒക്കെ ഒരു അസഹനീയമായ അവസ്ഥ വെച്ചു പുലർത്തുക. അല്ലാഹു അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് റമദാൻ ഒന്ന് ആഗതമായിരുന്നെങ്കിൽ. എന്താണ് അവരുടെ ആ ചിന്തക്കുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്? നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ സന്തോഷത്തോടു കൂടിയാണ് ഒരു സത്യവിശ്വാസി സ്വീകരിക്കുക. നിങ്ങൾ നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെടുത്ത തർബിയത്ത് കൊടുത്ത ഒരു ഉമ്മത്താണ് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു. അവരുടെ ജീവിതത്തിലെ 1-2 അനുഭവങ്ങൾ ഞാൻ പറയാം. അവര് നമസ്കരിക്കുന്ന സമയത്ത് അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഉണ്ടായിരുന്നു. അവർക്ക് ഹജ്ജ് ചെയ്യുന്ന സമയത്ത്, അതേപോലെ തന്നെ ഒരു മനുഷ്യന് ദാനം കൊടുക്കുന്ന സമയത്ത് നമുക്ക് അറിയാവുന്ന ഒട്ടേറെ വിവരങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തഹജ്ജുദ് നമസ്കരിച്ച് ഇങ്ങനെ കിടക്കും. അപ്പൊ കിടക്കുന്ന സമയത്ത് ബാങ്ക് വിളിക്കാൻ വേണ്ടി മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു വരും. അപ്പൊ പ്രവാചകന്റെ അടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ ഉറങ്ങിയോ? അപ്പൊ പ്രവാചകൻ തിരിച്ചു പറയും, ബിലാലെ, പ്രവാചകന്മാരുടെ കണ്ണുകൾ മാത്രമാണ് ഉറങ്ങുക, അവരുടെ മനസ്സ് ഉറങ്ങാറില്ല. പ്രവാചകന്മാരുടെ ഒരു മുഅ്ജിസത്താണ്. എന്നിട്ട് പ്രവാചകൻ പറയും, മയഹിനായ ബിലാൽ, ബിലാലെ ഞങ്ങളൊന്ന് സന്തോഷിക്കട്ടെ. എന്താ അങ്ങനെ പറയാനുള്ള കാര്യം? ബിലാലെ ബാങ്ക് കൊടുക്കൂ, ഞങ്ങളൊന്ന് നമസ്കരിക്കട്ടെ, ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. അള്ളാഹുവിനോട് സംസാരിക്കാൻ കിട്ടുന്ന അത്യപൂർവമായ അവസരങ്ങളെ അവരെന്ത് ചെയ്യുന്നു? വല്ലാതെ ഒരു ആനന്ദമായി കണ്ടിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു സംഭവം സൂചിപ്പിക്കാനുള്ളത്, നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു ചരിത്രമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരാള് ദീൻ പഠിക്കാൻ വേണ്ടി വരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ദീൻ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം പ്രവാചക ഭക്തിമാരുടെ അടുക്കലേക്ക് വല്ലതും ഇയാൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കാനുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. ഒന്നുമില്ല എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ ചുറ്റുപാടുമുള്ള സ്വഹാബത്തിന്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ചോദിക്കുന്നു, ഇതാ എന്റെ വിരുന്നുകാരനാണ്, എന്റെ അതിഥിയാണ്, ആരുണ്ട് ഇദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാൻ? നമ്മുടെയൊക്കെ ഒരു സിറ്റ് ഔട്ടിന്റെ വലിപ്പമുള്ള മക്കയുടെയും മദീനയുടെയും പ്രാന്തപ്രദേശങ്ങളിൽ സഞ്ചരിച്ച ആളുകൾക്കറിയാം, അവിടുത്തെ ഉരുളക്കല്ലുകൾ ഇങ്ങനെ കൂട്ടിവെച്ച് അതിരി വെച്ച് അതിൽ ഈത്തപ്പന മട്ടൽ കൊണ്ട് ഇങ്ങനെ പട്ട കൊണ്ട് മേഞ്ഞ ആ വീടുകൾ, നമ്മുടെയൊക്കെ ഒരു സിറ്റ് ഔട്ടിന്റെ ഒരു വലിപ്പം. അങ്ങനെയുള്ള വീടുകളിൽ കഴിയുന്ന സഹാബത്ത്. അപ്പൊ അതിൽ ഒരു സഹാബി എഴുന്നേറ്റ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ ഞാൻ കൊണ്ടുപോകാം. തന്റെ വീടിനെ കുറിച്ച് ഉത്തമ ബോധ്യമുള്ള കുടുംബനാഥൻ ഭാര്യയോട് പറയുന്നു, അടുപ്പിൽ വെന്തുകൊണ്ടിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പാകമാകുന്നത് നോക്കി കാത്തിരിക്കുന്ന കുട്ടികളെ എന്തെങ്കിലും മറ്റുള്ള വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് നീ അവരെ ഉറക്കണം, അവർക്കൊന്നും ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല, നമ്മുടെ കൂടെയുള്ളത് അള്ളാഹുവിന്റെ റസൂലിന്റെ അതിഥിയാണ്. എന്നിട്ട് നീ ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുമ്പോൾ നീ വിളക്കിന്റെ തീ അല്പം താഴ്ത്തി വെക്കണം, കാരണം 2 ആൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമില്ല. നമ്മുടെ വിരുന്നുകാരൻ കഴിച്ചു തുടങ്ങിയാൽ ആതിഥേയന്മാരായി നമുക്ക് കൂടെ കഴിക്കാനുള്ള വിഭവമില്ല. അപ്പൊ ഞാൻ കഴിക്കുന്നുണ്ട് എന്ന് ആംഗ്യത്തിലൂടെ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിക്കൊള്ളാം. പിറ്റേന്ന് പ്രഭാതത്തിൽ മദീനത്തെ പള്ളിയിൽ സുബ്ഹിന് ചെല്ലുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാര ശേഷം തിരിഞ്ഞിരുന്നിട്ട് പറയണം, അള്ളാഹു പോലും അത്ഭുതപ്പെട്ടുപോയി, അള്ളാഹ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായി തന്റെ അടിമയുടെ ചെയ്തിയിൽ. അതിനാണ് ആയത്തിറങ്ങിയത്, ഒരാളുടെ മനസ്സിന്റെ പിശുക്കിൽ നിന്ന് തന്റെ വീട്ടിലെ പിഞ്ചു മക്കൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ, അതിലേക്കാണ് ഒന്നുമില്ല, മാറ്റിവെക്കാനൊന്നുമില്ല, അതിലേക്കാണ് ഒരാളെ കൂടി കൊണ്ടുവരുന്നത്. ആ ഒരു മനസ്സിന്റെ പിശുക്കിൽ നിന്ന് രക്ഷപ്പെടുക.
ഒരല്പമാണെങ്കിലും അത് മറ്റൊരാൾക്ക് പകുത്തു കൊടുക്കുക എന്നുള്ള ആ ഒരു എന്തെന്നില്ലാത്ത വിശാലതയെയാണ് ആകാശ ലോകത്ത് നിന്ന് പുകഴ്ത്തിയത് എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. യുദ്ധത്തിന് ഇങ്ങനെ നിൽക്കുമ്പോ അല്ലെ, നമ്മൾ ആ ചെറുപ്പക്കാരായ ആളുകളുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഉയരം ഇങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് കാലുയർത്തിക്കൊണ്ട് പ്രവാചകന്റെ മുമ്പിൽ ഉയരം അഭിനയിച്ച യുവാക്കൾ പ്രവാചകൻ തിരിച്ചയച്ചു, ആയിട്ടില്ല, നിങ്ങൾക്ക് ഇനിയും അവസരമുണ്ട്, നിങ്ങൾക്ക് ഇനിയും അവസരമുണ്ട്, പ്രായമാകട്ടെ. അവർ ദുഃഖത്തോടു കൂടിയാണ് തിരിഞ്ഞു പോയത്. എന്തിനേറെ പ്രിയപ്പെട്ടവരെ, ആ ചരിത്രം നമുക്കറിയില്ലേ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനത്തേക്കുള്ള ഹിജ്റ എന്ന് പറയുന്ന മഹത്തായ സംഭവത്തിന് കൂടെ പോകാൻ അനുവാദം കിട്ടിയ ആർക്ക്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പ്രതികരണം എന്തായിരുന്നു? അദ്ദേഹം പൊട്ടിക്കരഞ്ഞു എന്നുള്ളത്. പലതവണ പ്രവാചകനോട് ആവശ്യപ്പെട്ടു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ പോവട്ടെ. ആയിട്ടില്ല അബൂബക്കറെ, ആയിട്ടില്ല, സമയമുണ്ട്. അങ്ങനെയാണ് അള്ളാഹുവിന്റെ അനുമതി കിട്ടുന്നത്. അപ്പോഴോ കൂടെ പങ്കെടുക്കാൻ, കൂടെ സഹീലായിട്ട് ചങ്ങാതിയായിട്ട് പോകാനുള്ള അനുവാദം താങ്കൾക്കാണുള്ളത് എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ എന്നവർ പൊട്ടിക്കരഞ്ഞു. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, ഒട്ടേറെ ചരിത്രമുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. അദ്ദേഹത്തോട് പ്രവാചകൻ പറയും, ആകാശ ലോകത്ത് നിന്ന് അരുളപ്പാടുണ്ട്, എന്ത്? താങ്കൾക്ക് ഖുർആൻ ഓതിത്തരാൻ. അപ്പൊ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, സമ്മാനിയല്ല, അള്ളാഹു എന്റെ പേര് പറഞ്ഞ റസൂലേ? പ്രവാചകന്റെ മറുപടി, അതെ. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു എന്ന് ചരിത്രം. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഓരോ നന്മയെയും അവർ ആഘോഷിച്ചു. നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളെ അവർ സന്തോഷിച്ചു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു ചരിത്രങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പാകെ ഞാൻ സൂചിപ്പിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ നിയ്യത്ത് ശരിയായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് റമദാനിലേക്ക് അള്ളാഹു ആയുസ് തന്നില്ലെങ്കിൽ പോലും റമദാനിൽ നോമ്പെടുത്ത ഒരു മനുഷ്യന് അള്ളാഹു കബൂൽ ചെയ്യുന്ന നോമ്പിന്റെ ആളുകൾക്ക് എത്ര കൂലി കിട്ടുമോ ആ കൂലി നിയ്യത്ത് വെച്ചവനുണ്ട് എന്നുള്ളതാണ്. ഒരു സംഭവം ഞാൻ പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധത്തിന് ആളുകൾ പോവാൻ, കുന്നാ മഅൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഗസാത്തി, ഞങ്ങൾ പ്രവാചകന്റെ കൂടെ ഒരു യുദ്ധത്തിന് പോവാൻ. ആ പ്രവാചകൻ പറഞ്ഞു, ഇന്ന ബിൽ മദീനത്തിലെ റിജാലൻ, കൂട്ടരെ, തീർച്ചയായും മദീനത്ത് കുറച്ച് ആളുകളുണ്ട്. മാസിറത്തും മസീറ, നിങ്ങളൊരു ചവിട്ടുപടി മുന്നോട്ട് വെക്കുന്നില്ല. വലാ ഖതഅതും വാദിയ, ഒരു പ്രദേശവും നിങ്ങൾ മുറിച്ചു കടക്കുന്നില്ല. ഇല്ലാക്കാനും മഹക്കും, അവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടല്ലാതെ. ഹബസഹുൽ മറദു, അവരെ രോഗമാണ് തടഞ്ഞു വെച്ചത്. ഒരു റിപ്പോർട്ടിൽ കാണാം, ഇല്ലാ ശരിക്കൂക്കും ഫിൽ അജർ, നിങ്ങൾക്ക് എത്ര പ്രതിഫലമുണ്ടോ അത്ര പ്രതിഫലം അവർക്കുമുണ്ട് എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സ്വന്തമായിട്ട് രോഗം വന്നു, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് രോഗം വന്നു, അതാണ് അവർക്ക് പ്രവാചകന്റെ കൂടെ പുറപ്പെടാതിരിക്കാനുള്ള തടസ്സം. എന്നാലോ കൂലി കൊടുക്കുന്ന കാര്യത്തിൽ, അള്ളാഹു കൂലി രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എത്ര ചവിട്ടടിക്ക് പ്രതിഫലമുണ്ടോ, യുദ്ധത്തിന് എത്ര പ്രതിഫലമുണ്ടോ ആ പ്രതിഫലം അവർക്കുമുണ്ട് എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധ റമദാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത് എന്ന് പറയുന്നത് നോമ്പാണ്. നോമ്പിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചാൽ അള്ളാഹു നരകത്തെ തൊട്ട് 70 വർഷത്തെ വഴി ദൂരം അവനെ നരകത്തിൽ നിന്ന് അകറ്റുന്നതാണ്. ഒരാൾ രാവും പകലുമില്ലാതെ 70 കൊല്ലം യാത്ര ചെയ്താൽ എത്തുന്ന ദൂരം, ഒരു ദിവസം അള്ളാഹു സ്വീകരിക്കുന്ന നോമ്പിന് പ്രതിഫലമുണ്ട് എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എല്ലാ അമലുകൾക്കും അള്ളാഹു കൂലി പറഞ്ഞു. എത്രയാ കൂലി? 10 മടങ്ങ് മുതൽ 700 ഇരട്ടി വരെ. ഈ ഇരിക്കുന്ന ഖുതുബയിൽ പങ്കെടുക്കുന്ന, സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ 10 മുതൽ 700 ഇരട്ടി വരെ എന്ന് പറയുമ്പോൾ 10 കിട്ടുന്ന ആളുകളുണ്ട്, 100 കിട്ടുന്ന ആളുകളുണ്ട്.
200 കിട്ടുന്ന ആളുകളുണ്ട്. ഓരോ ആളുകളുടെ മനസ്സും അവരുടെ ത്യാഗവും സഹനവും അനുസരിച്ച് എല്ലാവരും പ്രതിഫലത്തിൽ തുല്യരല്ല. പ്രവാചകൻ നമസ്കാരത്തിന്റെ കൂലി പറഞ്ഞപ്പോ പറഞ്ഞില്ലേ, ചില ആൾക്കാർക്ക് 10ൽ 10 ഉണ്ട്, ചില ആൾക്കാർക്ക് 10ൽ 5 ഉണ്ട്. ഒരേ സഫിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമായി പറഞ്ഞത്. കാര്യം അവരുടെ ശ്രദ്ധയും അവരുടെ താല്പര്യവും അവരുടെ ആഗ്രഹവും കൂലി കിട്ടാനുള്ള അടങ്ങാത്ത മോഹവും, അതാണ് ആ കൂലിയിൽ വ്യത്യാസം പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ ഇബാദത്തുകൾക്കും കൂലി പറഞ്ഞു, എന്നാലോ നോമ്പിന് കൂലി പറഞ്ഞില്ല. എന്താ അതിന്റെ സിറ്, അതിന്റെ രഹസ്യം എന്താണ്? പണ്ഡിതന്മാര് പറഞ്ഞു, നമുക്ക് പുറമെ നോമ്പുകാരനായിട്ട് അഭിനയിക്കാൻ കഴിയും, സ്വകാര്യമായി ഭക്ഷണപാനീയങ്ങൾ കഴിക്കാം, പുറമെ നമുക്ക് അഭിനയിക്കാൻ കഴിയും. എന്നാലോ ഭക്ഷണമുണ്ട്, അതേപോലെ തന്നെ നോമ്പ് ഒഴിവാക്കാവുന്ന മുറിച്ചു കളയുന്ന എല്ലാ കാര്യവും മുമ്പിലുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കേണ്ട ഭാര്യയുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ പകലിൽ അള്ളാഹു നോമ്പിന്റെ പകലിൽ അരുതെന്നു പറഞ്ഞതിനെ നമ്മൾ സമീപിക്കുന്നില്ല. കാര്യം എന്താണ്? ആകാശ ലോകത്തുള്ള റബ്ബിന്റെ റിള വേണം, തൃപ്തി വേണം. അതാണ് എന്റെ മുമ്പിലുള്ള ആഗ്രഹം. അപ്പൊ അതിന് അള്ളാഹു കൂലി പറഞ്ഞില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖൂലുല്ലാഹു അസ്സ വജല്ല കുല്ലു അമലി ഇബ്നി ആദമ ലഹു ഇല്ല സിയാം. നോമ്പൊഴികെ എല്ലാ അമലും ആദമിന്റെ പുത്രനുള്ളതാണ്. ഫഹുവ ലി, ആ നോമ്പ് എനിക്കുള്ളതാണ്. വഅനാ അജ്സി ബിഹി, ഞാനാണ് ആ നോമ്പിന് കൂലി കൊടുക്കുന്നത്. ഇന്നമാ യത്റുകു തആമഹു വശറാബഹു മിൻ അജ്ലി, ഞാൻ കാരണമായിട്ടാണ് അവൻ ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കുന്നത്. ഫസിയാമുഹു ലഹു വഅനാ അജ്സി ബിഹി, ഞാനാണ് ആ നോമ്പിന് കൂലി കൊടുക്കുന്നത്. കുല്ലു ഹസനത്തിൻ ബിഅശ്രി അംസാലിഹാ, എല്ലാ നന്മക്കും 10 മടങ്ങാണ് കൂലി. 1 രൂപ കൊടുത്തവന് 10 രൂപ കൊടുത്ത പ്രതിഫലമാണുള്ളത്. ഏതുവരെ? ഇലാ 700 ളഅഫിൻ, ആ 1 രൂപ കൊടുത്തവന് 700 രൂപ കൊടുത്ത പ്രതിഫലം ഞാൻ കൊടുക്കും. അവനൊന്നുമില്ല, 2 രൂപയാണ് പ്രതിഫലം. അപ്പോഴോ ഒരു സാധു വന്നു, എന്തെങ്കിലും തരണേ. ഈ 2 രൂപയുടെ നാണയത്തുട്ടിലേക്ക് നോക്കിയിട്ട് എന്റെ കുട്ടികൾക്ക് എന്തുണ്ടാകും? എന്നാലും വേണ്ടിയില്ല, ഇയാളുടെ വിശപ്പടങ്ങുമെങ്കിൽ 1 രൂപ മാറ്റിവെച്ചു, 1 രൂപ കൊടുത്തു. അള്ളാഹു അവന്റെ ഉദ്ദേശത്തിന്റെ നിയ്യത്തിന്റെ കാരണമായി 700 രൂപ കൊടുത്തതിന്റെ നന്മ രേഖപ്പെടുത്തുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇല്ല സിയാം, നോമ്പൊഴികെ. നോമ്പിന് കൂലിയില്ല. എങ്ങനെ കൂലിയില്ല? എണ്ണം പറഞ്ഞ കൂലിയില്ല. വഅനാ അജ്സി ബിഹി, ഞാനാണ് കൊടുക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ 700 ഇരട്ടിക്കപ്പുറം ഓരോ മനുഷ്യന്റെയും ഉദ്ദേശത്തിനനുസരിച്ച് റഹ്മാനായ റബ്ബ് കൂലി നൽകുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അവസരത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ തരത്തിലുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് ഒന്നും നഷ്ടപ്പെടുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഉറപ്പുവരുത്തണം. നമ്മുടെ ജോലിയിൽ ചെറിയൊരു ക്രമീകരണം അത് വരുത്തിക്കഴിഞ്ഞാൽ തന്നെ കുറെ നമുക്ക് ഇബാദത്തുകളിൽ, യാത്രകളിൽ ഒരു ക്രമീകരണം, അതേപോലെ തന്നെ നമ്മുടെ വിശ്രമവേളകളെ അള്ളാഹുവിന്റെ ഭവനങ്ങളിലാക്കി അങ്ങനെയുള്ള ഒരു ചിട്ട വരുത്തിക്കഴിഞ്ഞാൽ ഈ റമളാനിനെ പരിപൂർണമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞ ആ വാക്ക് ഒന്നുകൂടി എടുത്തു പറയുകയാണ്. അള്ളാഹു എണ്ണം പറഞ്ഞിട്ടാണ് റമളാനിനെ തന്നിട്ടുള്ളത്. അടുത്ത ഒരു റമളാനിലേക്ക് അല്ലെങ്കിൽ വരാനിരിക്കുന്ന റമളാനിലേക്ക് നമ്മൾ ഉണ്ടാകുമോ എന്നുള്ളതറിയില്ല. പക്ഷേ മനസ്സിലൊരു നിയ്യത്ത് വെച്ചാൽ, അള്ളാഹുവേ, എനിക്കൊരു റമളാൻ സമാഗതമാവുകയാണെങ്കിൽ അതിലെ 30ഉം അത് നോൽക്കുവാനും അതിലെ ഇബാദത്തുകൾ പൂർത്തിയാക്കുവാനുമുള്ള ഒരു പരിശ്രമം ഞാൻ നടത്തും എന്നുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ഒരുക്കം നമുക്ക് നടത്താൻ സാധിക്കണം. അങ്ങനെ സാധിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്.
പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട ഏതാനും ചില ഹദീസുകൾ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ സ്വാമ റമദാൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരാൾ റമദാനിൽ നോമ്പെടുക്കുന്നു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, അതേപോലെ തന്നെ ഈമാനോടുകൂടി വിശ്വാസത്തോടുകൂടി ഒരാൾ നോമ്പെടുത്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും അവന് പുറത്തു കൊടുക്കുന്നതാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, അസ്സലവാത്തുൽ ഖംസു, 5 നേരത്തെ നമസ്കാരങ്ങൾ, വൽ ജുമുഅതു ഇലൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ മറ്റൊരു ജുമുഅ വരെ, വറമദാനു ഇലാ റമദാൻ, ഒരു റമദാനിൽ നിന്ന് അടുത്ത റമദാൻ വരെ, മുകഫിറാതു ലിമാ ബൈനഹുന്ന, അതിനിടയിലുള്ള പാപങ്ങളെ അല്ലാഹു പുറത്തു നൽകും. ഇദ ജുതുനിബത്തിൽ കബായിർ, മഹാപാപങ്ങളിൽ നിന്ന് അയാൾ വേറിട്ട് നിന്നാൽ, മഹാപാപങ്ങളൊഴിച്ചുള്ള മറ്റുള്ള പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു തരും എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ മിമ്പറിൽ കയറിയ സമയത്ത് 3 തവണ ആമീൻ പറഞ്ഞു. ഇറങ്ങിയ സമയത്ത് സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, പതിവില്ലാത്ത രൂപത്തിൽ അങ്ങ് ആമീൻ പറഞ്ഞല്ലോ, എന്താണത് കാര്യം? അവരങ്ങനെയാണ്. പ്രവാചകന്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് എന്താണോ പ്രവാചകനുള്ളത്, എന്താണോ പുതിയതായി കേൾക്കുന്നത്, അതറിയാനും അത് പഠിക്കാനും അത് മനസ്സിലാക്കാനുമുള്ള വല്ലാത്ത ആഗ്രഹമുള്ള ഒരു ഉമ്മത്താണ് അവർ. അവരിറങ്ങിയപ്പോൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, സാധാരണ അങ്ങനൊന്നും പതിവില്ലല്ലോ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, ഇന്ന ജിബ്രായീൽ അലൈഹി വസല്ലം അതാനി ഫഖാൽ, എന്റെ അടുക്കൽ ഞാൻ കയറുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് എന്നോട് പറഞ്ഞു, മൻ അദറക ശഹ്റ റമദാൻ, ഒരാൾക്ക് റമദാൻ പരിപൂർണമായും കിട്ടി, ഫലം യുഗ്ഫറ ലഹു, പക്ഷേ അവന് പാപമോചനം മാത്രം കിട്ടിയില്ല. മാസം 30 കിട്ടി, റമദാൻ മുഴുവനായും കിട്ടി, പക്ഷേ അവനൊന്ന് റബ്ബിനോട് യാചിക്കുവാനോ പടച്ചവനെ പുറത്തു തരണേ എന്ന് പറയാനോ, ആ മാനസികാവസ്ഥയിലേക്ക് ഇൽമിന്റെ വഴിയിലൂടെ തന്റെ മനസ്സിനെ കൊണ്ടുപോകാനോ അവൻ പരിശ്രമിച്ചില്ല. ഒരു ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് പതിവില്ലാത്ത രൂപത്തിൽ ആഗ്രഹത്തോടുകൂടി പള്ളിയിലേക്ക് വരാനോ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനോ, സാധുക്കളെ സഹായിക്കാനോ, അതിന്റെ രാത്രികളിൽ അള്ളാഹുവിനോട് കരയുവാനോ ഒന്നും അവൻ മെനക്കെട്ടില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല അവനെ മഗ്ഫിറത്തിന്റെ വാതായനങ്ങളിൽ നിന്ന് അവനെ ആട്ടി ഓടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, പറ മുഹമ്മദേ ആമീൻ. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ആമീൻ എന്നുള്ളത്. നിങ്ങൾ നോക്കൂ, ശുദ്ധരിൽ ശുദ്ധരായ മലായിക്കത്തുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാം ആകാശ ലോകത്തു നിന്ന് ആമീൻ പറയാൻ വേണ്ടി ദുആ ചെയ്യുന്നു. താഴെ സൃഷ്ടികളിൽ ശ്രേഷ്ഠരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയും. ഏത് വിഷയത്തിൽ ഗൗരവമുണ്ടതിൽ അക്കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഒരു മുന്നൊരുക്കമാകട്ടെ അത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറയാറുണ്ട്, അതാക്കും ശഹ്റു റമദാൻ, നിങ്ങൾക്കിതാ പരിശുദ്ധ റമദാൻ സമാഗതമായിരിക്കുന്നു. ശഹ്റു മുബാറകുൻ, അനുഗ്രഹീതമായ ഒരു മാസം. ഫറദല്ലാഹു അലൈക്കും സിയാമഹു, അല്ലാഹു അതിൽ നോമ്പെടുക്കുന്നതിന് നിർബന്ധമാക്കിയിരിക്കുന്നു. തുഫ്തഹു അബ്വാബുസ് സമാ, ആകാശത്തിന്റെ വാതായനങ്ങൾ തുറക്കപ്പെടും. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരകത്തിന്റെ വാതിലുകൾ ബന്ധിക്കപ്പെടും. എന്നിട്ടോ ലില്ലാഹി ഫീഹി ലൈലത്തുൻ ഖൈറു മിൻ അൽഫി ശഹർ, അതിൽ ഒരു രാത്രിയുണ്ട് 1000 മാസങ്ങളിൽ പണിയെടുക്കുന്നതിന്റെ പുണ്യം നൽകുന്ന ഒരു രാത്രി അതിലുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബത്തിന് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അറ്റമില്ലാത്ത ഫദായിലുകളാണ് റമദാനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുക. പരിശുദ്ധ റമദാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക. സ്വാഭാവികമായി നമ്മുടെ വീടുകളും അതേപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളിലും ഒരു ജാഗ്രത നമ്മൾ വരുത്തുന്നതോടൊപ്പം നമ്മുടെ സ്വന്തത്തിന് വേണ്ടി ഒരുങ്ങാനുള്ള ഒരു അവസരത്തെ കുറിച്ച് ആലോചിക്കുകയും പ്ലാൻ ചെയ്യുകയും ചെയ്യുക. റഹ്മാനായ റബ്ബ് ഈ ലോകത്തും വിജയം വരിക്കുന്ന മുഅ്മിനീങ്ങളിൽ
മുത്തഖീങ്ങളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതേപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചിരിക്കാനുള്ള ഭാഗ്യം നൽകി അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിത അവസാനം വരെ മുഅ്മിനായി മുത്തഖിയായി ജീവിച്ച് മരണപ്പെട്ടു പോകാനുള്ള ഭാഗ്യം അള്ളാഹുവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد.